ഇത് ഒളിച്ചും പാത്തും ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത്. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോട് ചെയ്യുക. ഒരു ചിന്ത വന്നു, ഓക്കെ ഷാഫിയുടെ ഒരു കാര്യം പറയണത് എന്തിനാണ്? പറയണത് ഇന്ന കാര്യത്തിന് അത്രേ ഉള്ളൂ. അവിടെ അത് കിട്ടട്ടെ, കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഷാഫി അറിയണ്ട, അങ്ങനെ ഒരു ഭാവം ഉണ്ടാകരുത്. അല്ല, എൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടൊരു സംഭവം വെച്ചിട്ട് ഷാഫിയെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് മാറും. കാരണം ഷാഫി ഇതൊക്കെ ചെയ്ത് തന്നു കഴിയുമ്പോഴേ ഷാഫി അറിയണത്, ഓ ഇയാൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ അത് കള്ളത്തരമാണ്, അത് ഭയങ്കര വലിയ പ്രശ്നമാണ്, മനസ്സിലായോ? നമ്മൾ അങ്ങനെ ഒരാളെ പറ്റിക്കരുത് ഒരു കാരണവശാലും. വരട്ടെ, അത് കഴിഞ്ഞിട്ട് അവൻ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഉണ്ട്, എൻ്റെ ആവശ്യം ഇന്നതാണ്, പക്ഷെ ഇന്ന കാരണം ആദ്യമേ പറയണം. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പോകുന്നതിനും? അതാണ് കള്ളത്തരം, വഞ്ചന, ചതി എന്ന് പറഞ്ഞത്. അതാണ് ചതി എന്നുള്ള മുൻകൂട്ടി ഉള്ളിൽ അറിയാം, മനസ്സിലായി? നമ്മൾ അങ്ങനെ ഒരു ഭാവം വേണ്ട. മിക്ക ആൾക്കാരും ഭയങ്കര ഇവരും മറ്റൊരാളുടെ ശ്രദ്ധയിൽ ഇതൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് സാവകാശം ഇയാൾ അങ്ങനെ ആയിക്കോളും, മനസ്സിലായി? സമയം അങ്ങനെ ആയിക്കോളും, അങ്ങനെ വേണ്ട, മനസ്സിലായി? നമ്മൾ യാത്ര പിടിച്ച് പോകാൻ പ്ലാനിട്ട് ഇന്നടുത്തോട്ട് യാത്ര പോകാനായിട്ട് പ്ലാൻ നമ്മുടെ ഉള്ളിൽ അറിയാം, ഇന്നതാണ് ലക്ഷ്യം, അത് പറയുക, മനസ്സിലായി? രാവിലെ ആകുമ്പോഴത്തേക്കും ഉണർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ഒരാൾ ലക്ഷ്യം അറിയാം, പക്ഷെ എന്നിട്ട് പറയുന്നില്ല, അപ്പോൾ അവിടെ കള്ളത്തരമായില്ല. ചെറിയ ചെറിയ കാര്യമാണ്, ഇനി പറഞ്ഞ വളരെ നിസ്സാര കാര്യമാണ്. ഇപ്പൊ കെന്നിനോട് ഞാനൊരു കാര്യം പറയുന്നു, കെന്നല്ലേ, അതുകൊണ്ട് അവനറിയത്തില്ലല്ലോ,